ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. HDFC ബാങ്ക് ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ കമ്പനീസിലെ ശക്തമായിട്ടുള്ള ബൈയിങ് കാരണം നിഫ്റ്റി തുടർച്ചയായ മൂന്നാമത്തെ ദിവസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളും മികച്ച ഒരു നേട്ടം കൈവരിച്ചു. അപ്പോൾ റീസെൻ്റ് ഉണ്ടാക്കിയ ഒരു ലോയെല്ലാം തന്നെ അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എല്ലാം തന്നെ അത് റെക്ടിഫൈ ചെയ്തു. ഇന്നലെ വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ബൈയിങ് മോഡിലേക്ക് തിരികെ എത്തി എന്നുള്ളതാണ് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ GDP ഡേറ്റ, PMI ഡേറ്റ ഇതൊക്കെ തന്നെ നെഗറ്റീവായിട്ട് പോലും മാർക്കറ്റ് മോഡിലേക്ക് കയറുന്നത് FIs ബൈയിങ് മോഡിലേക്ക് വരുമ്പോഴാണ്. FIs എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അവർ ബൈ ചെയ്ത് ചില സമയത്ത് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അവരുടെ ആ ഒരു വ്യൂ, മാർക്കറ്റിലുള്ള വ്യൂ വളരെ സ്ട്രെയിഞ്ചാണ്. DIs നമ്മളെപ്പോലെയാണ്, പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, കയറും ഇറങ്ങും, അങ്ങനെ ഒരു രീതിയിലാണ്. ഇന്നലെയും DIs എന്നാൽ നമ്മളെ റീറ്റെയിലേഴ്സ് പോലെ തന്നെ മാർക്കറ്റ് കയറിയപ്പോൾ 251 കോടി രൂപയുടെ സെല്ലും FIs 3665 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തി. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും പോസിറ്റീവായിരുന്നു. US മാർക്കറ്റ് വളരെ ചോപ്പിയായിരുന്നു, വളരെ മിക്സ്ഡ് ആയ രീതിയിലാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് US മാർക്കറ്റ് ട്രേഡിങ് തുടരുന്നത്. US മാർക്കറ്റൊക്കെ നോക്കാം, ഏറ്റവും താഴെ നാസ്ഡാക്ക് പോസിറ്റീവ്, എന്നാൽ ഡോ നെഗറ്റീവ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവ്. അതിന് മുകളിലുള്ള ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയ ഒരു അവസ്ഥയിലാണുള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ എല്ലാം തന്നെ മിക്സ്ഡ് ആണ്. എന്നാൽ ICICI ബാങ്കും HDFC ബാങ്കും എല്ലാം തന്നെ നേട്ടം കൈവരിച്ചു. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഹൊനാസ കൺസ്യൂമർ, മാമ എർത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റുകൾ, ഇവരുടെ ഈ ഒരു മാമ എർത്തിൻ്റെ പ്രൊമോട്ടേഴ്സാണ് ഹൊനാസ കൺസ്യൂമർ. അപ്പോൾ ഹൊനാസ കൺസ്യൂമറിൻ്റെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് കമ്പനിയിലുള്ള സ്റ്റേക്ക്, അവരുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഓപ്പൺ മാർക്കറ്റിലൂടെ അവർ സ്റ്റോക്കുകൾ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കാം, അതല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിലൂടെ അവരുടെ പ്രൊമോട്ടേഴ്സിന് തന്നെ സ്റ്റോക്കുകൾ ബൈ ചെയ്യാം. അദാനി വിൽമർ, ഇന്ത്യയുടെ എഡിബിൾ ഓയിൽ ഇമ്പോർട്ട് 12% വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ പാക്ക് ഡ്യൂറബിൾ കമ്പനി, ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ രാജസ്ഥാനിലുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിൽ CBI റെയ്ഡ് നടത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ONGC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, ONGCയുടെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള ONGC പെട്രോ അഡീഷണൽ ലിമിറ്റഡിൽ ONGC അവരുടെ നിക്ഷേപം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. RVNL കമ്പനി പുതിയതായിട്ട് ഓർഡർ ഇവർക്ക് കിട്ടി. IEX കമ്പനി ഇവരുടെ ട്രേഡിംഗ് വോളിയം ഇൻക്രീസ് ചെയ്തു. സെൻ ടെക്നോളജി കമ്പനീസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 2.2% സ്റ്റേക്ക് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് സെൻ ടെക്നോളജിയുടെ എന്നുള്ള ന്യൂസ് ഉണ്ട്. ഫെലിക്സ് ഇൻഡസ്ട്രീസ് കമ്പനി എക്കോവിഷൻ അക്വയുടെ 26% സ്റ്റേക്ക് അക്വയർ ചെയ്തു. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, റെഗുലേറ്ററി വയലേഷൻ ചാർജസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെബിയിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. പേടിഎം RBI ഇവരുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ അംഗീകാരം കൊടുത്തതിന് ശേഷം ശക്തമായിട്ടുള്ളൊരു റാലിയാണ് പേടിഎമ്മിൽ കണ്ടത്. ആദിത്യ ബിർള ക്യാപിറ്റൽ കമ്പനി, ആദിത്യ ബിർള ഹൗസിംഗ് റിയൽ എസ്റ്റേറ്റ് വിങ്ങിൽ ഇവരുടെ നിക്ഷേപം 300 കോടി നിക്ഷേപം നടത്തി. കോറെ ഡിജിറ്റൽ കമ്പനി, ഇവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, 1:1 എന്ന റേഷ്യോയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നിതിരാജ് എഞ്ചിനീയറിംഗ് കമ്പനി, ഇവർക്ക് സിവിൽ ഏവിയേഷൻ്റെ ഭാഗത്ത് നിന്ന് ഡ്രോൺ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. കെനിസ് ടെക്നോളജി കമ്പനി, ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർ 54% സ്റ്റേക്ക് ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള സെനോടെക് ഓസ്ട്രിയ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇവർ നിക്ഷേപം നടത്തി. ഹീറോ മോട്ടോ കോർപ്പ് 2030 ഹീറോ വേൾഡ് ചലഞ്ചിൻ്റെ ടൈറ്റിൽ സ്പോൺസറായിട്ട് കമ്പനി മാറിയിട്ടുണ്ട്. റിലയൻസ് പവറിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കമ്പനിക്ക് ഒരു ഡീബാർമെൻറ്റ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിൻവലിച്ചു എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് റിലയൻസ് പവറിനെ സംബന്ധിച്ചുള്ളത് ഉണ്ട്. ഡീബാർ ചെയ്യും, കമ്പനീനെ നിരോധിക്കാനായിട്ടുള്ളൊരു നോട്ടീസ് കൊടുത്തതാണ് നിരോധിച്ചിട്ടുള്ളത്. PB ഫിൻടെക് കമ്പനി, ഇവർ ഹെൽത്ത് കെയർ സർവീസ് യൂണിറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ളതാണ്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറഞ്ഞ ടാബ് ശ്രദ്ധിക്കുക. ഡിവിഡൻഡ് ഡീറ്റെയിൽസും IPO മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ടാവും. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. താങ്ക് യു.